ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ബിജുചേട്ടാ, റഷ്യ അവരുടെ ഒടുക്കത്തെ യുദ്ധം തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ല, നമ്മൾ പറയുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തല്ലോ. റഷ്യ അവരുടെ അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞു, മിസൈൽ അറ്റാക്ക് അവർ നടത്തി കഴിഞ്ഞു, കീവ് വിറച്ചു എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതെല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. അതിനു മുമ്പേ റഷ്യക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ, ഓയിൽ റിഫൈനറീസ് ഉണ്ടായ ആക്രമണങ്ങൾ, യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങൾ, ഇത് കാരണം ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യക്ക് ക്രൂഡ് തന്ന് ഇവിടെ നിന്ന് എണ്ണ റഷ്യ തിരിച്ചു മേടിച്ചോണ്ട് പോവുകയാണ്, എത്തനോൾ കടന്ന്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന വാർത്തകളാണ്. നമ്മുടെ വാർത്തകൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇതെന്താണെന്ന് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓരോ വാർത്തകൾ കാണുന്ന പ്രേക്ഷകനും, അതായത് നമ്മൾ ഒരു വാർത്ത ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഞാൻ അവിടെ കുറ്റം പറയുകയല്ല, പക്ഷെ അത് കാണാത്ത പ്രേക്ഷകനാണെങ്കിൽ മുമ്പുള്ള വാർത്തകൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം വരും. കാരണം ഇതൊരു ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ റഷ്യ പോളണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ വാർത്ത നമ്മൾ പറയുമ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് അതിശയം തോന്നും. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ ഈ കൊടുത്ത ആ സമയം തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളായിരിക്കും അത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് പോയപ്പോൾ അതിവിടെയുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അങ്ങനെ വെറുതെ ഒരു യാത്ര നടത്തിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. നാറ്റോയുടെ ഗേറ്റ്വേ ആണ് പോളണ്ട് നാറ്റോയ്ക്ക് എന്തെങ്കിലും സൗകര്യം ഒരുക്കി കൊടുത്താൽ സ്വാഭാവികമായിട്ടും പോളണ്ടിനെ തകർക്കും റഷ്യ എന്നുള്ള ഒരു താക്കീത് നൽകാനാണ് നരേന്ദ്രമോദി പോയതെന്ന രീതിയിൽ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ആ വാർത്തകളെ ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളും വാർത്ത ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് ന്യൂസ് 18 വാർത്തയാണ്. ന്യൂസ് 18 വാർത്തയിൽ ന്യൂസ് 18 ജൂലൈ 4, 2026 ഇന്ന് കൊടുത്തിരിക്കുന്ന വാർത്ത, വിൽ റഷ്യ അറ്റാക്ക് പോളണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു വർഷം മുമ്പ് ചോദിച്ച ചോദ്യമാണ്. റഷ്യ അറ്റാക്ക് പോളണ്ട്, അഹങ്കാരം പറയല്ല, അങ്ങനെ ദയവ് ചെയ്ത് വിചാരിക്കരുത്, അത് സന്തോഷമാണ്. അത് വിൽ റഷ്യ അറ്റാക്ക് പോളണ്ട്, US ഇഷ്യൂസ് ഡയർ വാർണിംഗ് ആസ് യുക്രൈനിയൻ വാർ റീച്ചസ് ക്രിട്ടിക്കൽ സ്റ്റേജ് എന്നുള്ള റിപ്പോർട്ട് പറഞ്ഞു. US ഇപ്പോൾ വാർണിംഗ് കൊടുത്തിട്ടുണ്ട് പോളണ്ടിന്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം പോളണ്ട് ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു. നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. റഷ്യ അവരുടെ വലിയ ആണവ വാഹിനി കപ്പൽ നീറ്റിൽ ഇറക്കിയിട്ടുണ്ട് 30 വർഷത്തിന് ശേഷം. ആസ് ദ വാർ ബിറ്റ്വീൻ റഷ്യ ആൻഡ് യുക്രൈൻ കണ്ടിന്യൂസ് ടു എസ്കലേറ്റ് വിത്തൌട്ട് ആൻ end in sight, the United States has warned Poland that Russia may try to stage a limited armed provocation on Polish territory in a bid to weaken Western support for Ukraine, according to reports എന്നുള്ളതാണ് വാർത്ത. അതായത് അമേരിക്ക കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, താക്കീത് കൊടുത്തിട്ടുണ്ട്. റഷ്യ ഒരു ലിമിറ്റഡ് ആർമഡ് പ്രൊവക്കേഷൻ പോളണ്ടിലേക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പോളണ്ട് വെറുതെ ഇരിക്കില്ല. നാറ്റോ രാജ്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്നത്. The US has issued several warnings to Poland about possible Russian plans for limited attacks to test NATO's response. The Telegraph reported, citing sources close to Polish President Karol Nawrocki. The plans include missile or drone attacks on critical infrastructure, simultaneous airstrikes, or a limited incursion involving Russian or Belarusian troops. റഷ്യൻ ട്രൂപ്പോ ബെലാറഷ്യൻ ട്രൂപ്പോ, ബെലാറസ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ കൂലിത്തല്ലുകാരനാണ്, നമുക്കറിയാം. അപ്പോൾ അവരെ ഇറക്കിയോ ആയിരിക്കും പോളണ്ടിൽ അറ്റാക്ക് നടത്താൻ പോകുന്നത്. അവർ ഡ്രോൺ സ്ട്രൈക്ക് ആയിരിക്കും നടത്താൻ പോകുന്നത് എന്നാണ് അമേരിക്ക ഇപ്പോൾ ശക്തമായിട്ടുള്ള വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ എന്ന് പറയുന്നു പോളിഷ് പ്രസിഡന്റ് കരോൾ നവറോക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കോസ്റ്റന്റ് നിവിക് എന്ന് പറയുന്ന ഒരു പ്രദേശം റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് യുക്രൈന്റെ എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. റഷ്യ അതിവേഗം മുന്നേറുകയാണ്. അപ്പോൾ ഇതൊരു നാറ്റോ രാജ്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതൊരു 3ാം ലോക യുദ്ധത്തിന്റെ പ്രതീതി സൃഷ്ടിക്കും. അത് 3ാം ലോക യുദ്ധത്തിലേക്ക് കടക്കുമെന്ന രീതിയിൽ തർക്കമില്ല. ചേട്ടാ, നമ്മൾ പറഞ്ഞ കാര്യം സത്യമാവുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ? റഷ്യ ഇത്തരത്തിൽ പോളണ്ടിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത നമ്മൾ പറഞ്ഞിരുന്നു, ഉണ്ടാകുമോ, എപ്പോഴുണ്ടാകും? നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറയും, പിന്നീട് സംഭവിക്കുകയും ചെയ്യുമ്പോൾ തള്ളാണെന്നൊക്കെ പലരും കരുതും. ചിലരൊക്കെ താഴെ നമ്മുടെ കമന്റ് എടുത്തു, ഫേക്ക് ന്യൂസ്, നിങ്ങൾക്ക് മാത്രമേ ഇത് എവിടെ നിന്ന് കിട്ടുന്നു. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു 28 വർഷമായിട്ട് ഈ മാധ്യമ രംഗത്തുള്ളതാണ്. അതായത് നമ്മൾ എന്തിനെയാണോ സ്ഥിരമായി പിന്തുടരുന്നത്, ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, പിന്തുടരുകയാണ്. ഒരുപക്ഷെ ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് എനിക്ക് കേരള രാഷ്ട്രീയമോ കേരളത്തിന്റെ കാര്യങ്ങളോ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യാറേ ഇല്ല. കേരളത്തിന്റെ ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല, പറ്റില്ല. അതിനകത്ത് വിദഗ്ധരായിട്ടുള്ള നമ്മൾ എന്തിനാണ് ഇപ്പൊ സിനിമ സംബന്ധമായ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ജേർണലിസ്റ്റുകളുണ്ടാകും. അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും ഇനി എന്തായിരിക്കും അതിൽ സംഭവിക്കുക എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവർ നിരന്തരം അതിനകത്ത് ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നവരാണ് അത്തരം ജേർണലിസ്റ്റുകൾ. അതുകൊണ്ടാണ് അതിന് കുഴപ്പം. അതല്ലാതെ ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഏതെങ്കിലും ഒരു വാർത്ത കൊടുത്ത് ഇട്ട് പോകുന്നില്ല. കാരണം ഇത് നമ്മുടെ പാഷനാണ്, ജീവിതമാണ്, ഇതിൽ കൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. അതാണ് അതിന്റെ ഒരു കുഴപ്പം. കാരണം ഇതിൽ തന്നെ ഫുൾ ടൈം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇല്ലെങ്കിൽ ധനുഷ് ഇത് തന്നെയാണ് ഉപജീവന മാർഗം. അല്ലാതെ ഇപ്പൊ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് 2 വാർത്ത എടുക്കുന്നതല്ല. അതാണ് അത് നമ്മളുടെ വ്യത്യാസം. ഇപ്പൊ താഴെ വന്ന് അങ്ങനെ ഒരു കമന്റ് ഇട്ടത് കൊണ്ട് ലിങ്കിന് വേണ്ടിയിട്ടാണ് ഈ കമന്റ് ഇടുന്നത്. കാരണം അവർക്ക് അവരുടെ ചാനലിൽ ചെയ്യാനായിട്ട് നമ്മുടെ ലിങ്ക് വേണം. അതാണ് ഈ സോഴ്സ് ഉണ്ടോ ചോദിക്കുന്നത്. സോഴ്സ് വേണമെങ്കിൽ രാവിലെ തൊട്ട് ഇരുന്ന് കഠിനാധ്വാനം ചെയ്താൽ സോഴ്സ് കിട്ടും, ഇടണം. അല്ലാതെ അപ്പപ്പോ ഈ നമ്മുടെ
വെളിക്കിറങ്ങാൻ മുട്ടുമ്പോ അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പൊ നേരത്തെ അത് കണ്ടുവെക്കണം. അതൊക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏതായാലും ഈ കഴിഞ്ഞ നമ്മൾ ഈ യുദ്ധം 2022 തുടങ്ങിയതിനു ശേഷം റഷ്യ ഒരു മുന്നേറ്റം നടത്തി. നമ്മൾ ആദ്യ ഘട്ടത്തിലൊക്കെ അത് പറയുകയും ചെയ്തിരുന്നു. റഷ്യ ഈ ഉക്രൈന്റെ കിഴക്കൻ ഭാഗങ്ങളൊക്കെയാണ് ആദ്യം ക്യാപ്ചർ ചെയ്തിരുന്നത്. മുമ്പ് ധനുഷിന് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, ഈ റഷ്യ ഗോതമ്പ് കയറ്റി വിട്ടിരുന്നു നമുക്കും ബംഗ്ലാദേശിനും ഒക്കെ. അതായത് ഈ ഉക്രൈന്റെ പിടിച്ചെടുത്ത പ്രദേശത്തുള്ള ഗോതമ്പ് പാടങ്ങളിൽ കൃഷി ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഗോതമ്പ് ഇന്ത്യയിലേക്ക് വിട്ടില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് വിട്ടിരുന്നു അത്തരം ഷിപ്പുകൾ. അത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെ അമേരിക്ക ഇതിൽ ഇടപെട്ടു. അമേരിക്ക പറഞ്ഞത് അത് ചെയ്ത് തെറ്റാണ്, മോഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഉക്രൈന്റെ കൃഷിഭൂമിയിൽ നിന്ന് മോഷ്ടിക്കുക. അപ്പൊ അന്നേ തൊട്ട് അവർ അത്രയും പ്രദേശങ്ങൾ പിടിച്ചിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന വിവരം, ഇന്നലെ ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ വളരെ കാലത്തിന് ശേഷം ഈ പട്ടാള യൂണിഫോമിൽ, കമാൻഡറുടെ യൂണിഫോമിൽ വന്ന് ടെലിവിഷനിൽ കൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു, കോൺസ്റ്റാന്റിവിക്ക പിടിച്ചെടുത്തിരിക്കുന്നു. കോൺസ്റ്റാന്റിവിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുക്രൈന്റെ ഏറ്റവും ശക്തി ഉള്ള ഇടങ്ങളിൽ ഒന്നാണ്. അതായത് ശക്തി കേന്ദ്രങ്ങൾ നമ്മൾ പറയത്തില്ല, ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി. ഇപ്പൊ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് പറയുന്ന മുംബൈ നമ്മുടെ ഒരു എക്കണോമിക് ഗേറ്റ് ആണത്. അങ്ങനെയുള്ള നമ്മുടെ തന്ത്രപ്രധാന ഭാഗം, അങ്ങനെയുള്ള ഒരു തന്ത്രപ്രധാന ഭാഗമാണ് ഇന്നലെ പിടിച്ചെടുത്തതായിട്ട് റഷ്യ പ്രഖ്യാപിച്ചത്, കോൺസ്റ്റിന്യൂവിക്. ഈ കോൺസ്റ്റിന്യൂവിക്കിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം വളരെ കാലമായിട്ട് നടക്കുന്നതാണ്. റഷ്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ ഡോൺ ബോസ്കോ പിടിക്കുക എന്നുള്ളതാണ്. ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം, ഉക്രൈനിലെ അതിസമ്പന്നമായിട്ടൊരു നഗരമാണ്, വ്യവസായ നഗരമാണ്. യുക്രൈൻ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കുന്ന ഒരു കാര്യം വെച്ചാൽ അവരുടെ ഉരുക്കുണ്ട്, ഒരു സ്പെഷ്യൽ ഉരുക്കുണ്ട്. അതായത് ഈ ഷിപ്പുകൾക്ക് മറ്റും നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഉരുക്കുണ്ട്. ഈ ഉരുക്കിന് ഇരുമ്പുരുക്ക് വ്യവസായമാണ് അവരുടെ മെയിൻ സാധനം. ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ യുക്രൈനെ സമീപിക്കുന്നത്. അപ്പൊ ഈ ഡോൺ ബോസ്കോ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കേന്ദ്രമാണ്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു വ്യാവസായിക നഗരമാണ്. 78,000 പേരോളം ഉള്ള ജനസംഖ്യയുള്ള ഒരു നഗരം കൂടിയാണ്, വളരെ സമ്പന്നമായ ഒരു നഗരമാണ്. ഇത് പിടിച്ചെടുക്കുക, ഇത് തന്നു കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാൻ മുമ്പ് പുടിൻ പറഞ്ഞിരുന്നു. അത് പോയി കഴിഞ്ഞാൽ തീർന്നു, ഉക്രൈൻ അതോടുകൂടി തീർന്നു. ഇത് പിടിച്ചെടുക്കുക. ഇതിന്റെ തൊട്ടടുത്ത് ഇപ്പോൾ റഷ്യൻ സൈന്യം എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റഷ്യ അറിയിച്ചത്. 2025 അവസാന സമയങ്ങൾ തൊട്ടുള്ള പോരാട്ടമാണ്. ഇപ്പോൾ അവർ അതിനടുത്ത് എത്തിയിരിക്കുന്നു. ഇനി 13 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ ഡോൺ ബോസ്കോ ഞങ്ങൾ കീഴടക്കും എന്നാണ് അവര് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഡോൺ ബോസ്കോ കീഴടക്കി കഴിഞ്ഞാൽ, അതായത് കിഴക്കൻ മേഖല പൂർണ്ണമായിട്ട്, ഉക്രൈന്റെ കിഴക്കൻ മേഖല പൂർണ്ണമായിട്ട് റഷ്യയുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കും. ഈ ഡോൺ ബോസ്കോ കീഴടക്കി കഴിഞ്ഞാൽ ഉക്രൈൻ ഭയക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന 2 നഗരങ്ങളുണ്ട്. ഒന്നതിൽ ക്രമാറ്റോസ്ക് എന്ന് പറയുന്ന ഒരു നഗരവും സ്ലോവാൻസി എന്ന് പറയുന്ന നഗരവും. ഈ 2 നഗരങ്ങൾ കൂടിയാണ് ഉക്രൈനിൽ അവശേഷിക്കുന്ന ശക്തി കേന്ദ്രം. ഇതുകൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉക്രൈൻ ഇല്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ സെലൻസ്കി സമാധാനത്തിനൊരു ആഹ്വാനം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പുടിൻ ആഹ്വാനം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ചർച്ചയില്ല എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 2-1 കഴിഞ്ഞിട്ട് തീരുമാനിക്കാം കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പുടിൻ ഇന്നലെ പറയുന്നത്. ഇതിനു മുമ്പ് അവർ വലിയൊരു പ്രവിശ്യ പിടിച്ചെടുത്തിരുന്നു, ലുഗാൻസ്ക് എന്ന് പറയുന്ന ഒരു പ്രവിശ്യ നേരത്തെ തന്നെ ഈ കിഴക്കൻ ഉക്രൈനിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഇപ്പൊ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കോൺസ്റ്റാന്റിവിക് എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശമല്ല, അതിന്റെ അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമുണ്ട്, മർമ്മപ്രധാന ഭാഗം. അവിടെ ഇത് തകർത്ത് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, ഈ പട്ടാളക്കാരും മറ്റുമൊക്കെ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അത്തരം പട്ടാളക്കാരെ കൊന്നൊടുക്കുകയാണ്, അവിടെ കൊണ്ട് ബോംബുകൾ നിക്ഷേപിക്കുക, ആ ബങ്കറിൽ വെച്ച് തന്നെ അവർ ഇല്ലാതാക്കുക. അങ്ങനെയുള്ള ഒരു ക്രൂരമായ ഒരു രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അമേരിക്ക ഒരു വലിയ മുന്നറിയിപ്പ് പോളണ്ടിന് നൽകിയിട്ടുണ്ട്. അതായത് ഏത് നിമിഷവും നിങ്ങളുടെ അതിർത്തി ഭേദിക്കാം, കാരണം റഷ്യ അതിന് തയ്യാറെടുക്കുന്നു. ഒരുപക്ഷെ മിസൈൽ ആക്രമണമായിരിക്കാം, വലിയ ഡ്രോൺ അറ്റാക്ക് ആയിരിക്കാം, ഒന്നുകിൽ പരിമിതമായ രീതിയിലായിരിക്കാം. നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് ഒരു പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതിന് റഷ്യക്ക് പല കാരണങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ ഉക്രൈൻ ഇപ്പോൾ ഇത്രയും വീറോടെ പൊരുതുന്നതിന് കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളും പലരും പറയും ഉക്രൈനെ കണക്ക് ഒരു ചെറിയ രാജ്യമല്ലേ റഷ്യ അടിച്ചിടുന്നത്. അത് ഉക്രൈന്റെ കഴിവല്ലത്, ഉക്രൈന്റെ കരുത്തുമല്ല. പകരം ഉക്രൈനെ സഹായിക്കുന്ന UK-യും അടക്കം, ഫ്രാൻസും അടക്കം, ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ ആയുധങ്ങൾ നൽകുന്നതുകൊണ്ടാണ് ഉക്രൈൻ അതിനെ റഷ്യ ഈ ഇത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും റഷ്യയുടെ മോസ്കോയിൽ അടക്കം വലിയ ആക്രമണം നടത്താൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പുടിൻ കരുതുന്നു പോളണ്ടിനെ അറ്റാക്ക് ചെയ്താൽ ഉക്രൈനിലേക്കുള്ള സഹായങ്ങളെല്ലാം നിൽക്കും. ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നത് നിർത്തും എന്ന് അദ്ദേഹം കരുതുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു നാറ്റോ രാജ്യത്തെ തൊട്ടാൽ നാറ്റോ രാജ്യങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഒരു ടെസ്റ്റിംഗും കൂടെ അദ്ദേഹം ഇതിനകത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഒരു ടെസ്റ്റിംഗും കൂടെ, ഇത് എങ്ങനെയായിരിക്കും ഇവർ റിയാക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ 1-2 മിസൈലുകൾ പായിച്ചുകൊണ്ടോ
മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും? കാരണം പുടിൻ ഇതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നതാണ്. അവരുടെ ഏറ്റവും വലിയൊരു ആണവ പടക്കപ്പൽ അവർ കളത്തിൽ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിലേക്ക് തന്നെ ഒരു സന്നാഹം ഒരുക്കിയിരിക്കുന്നു. അതായത് നാറ്റോ, നമ്മൾ പണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഈ യൂറോപ്യൻസിനെ ഇതിലേക്ക് വലിച്ചിടുക എന്നുള്ളതാണ് പുടിൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ വലിച്ചിട്ടെങ്കിൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. സ്വാഭാവികമല്ലേ അത്? ഈ നാറ്റോ രാജ്യങ്ങള്, യൂറോപ്യൻ രാജ്യങ്ങള് ഇതിലേക്ക് വലിച്ചിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും കിടന്ന് കരയാൻ തുടങ്ങും. നമുക്ക് നിർത്താം, പരിപാടി നിർത്താം. കാരണം ഈ ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് ഈ അടിക്കുന്നത് മുഴുവൻ. ആള് ചാകുന്നതോ ഇല്ലെങ്കിൽ കെട്ടിടം തകരുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ വലിയ വിഷയം. ഊർജ്ജ കേന്ദ്രങ്ങളെ തകർക്കുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. നിശ്ചലമാകുകയാണ് ഓരോ രാജ്യവും ഊർജ്ജ കേന്ദ്രങ്ങൾ തകർന്നു കഴിഞ്ഞാൽ. അപ്പോ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടെയുള്ള പമ്പുകളെല്ലാം ഒരു 10 ദിവസം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ വണ്ടി ചലിക്കില്ല. ജാംനഗർ റിഫൈനറി പോയാലും നമുക്ക് വലിയ ഇതാണ്. കാരണം എണ്ണ പറഞ്ഞ ചലിക്കേണ്ട ഒരു രാജ്യം ചലിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് യൂറോപ്യൻസ് എന്തായിരിക്കും പറയുന്നത്? യൂറോപ്യൻസ് പറയും ഇത് എങ്ങനെയെങ്കിലും തീർക്കാൻ പറയും. അങ്ങനെ തീർക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ഏത് കോംപ്രമൈസിനും പോയിട്ട് എനിക്ക് തോന്നുന്നില്ല ട്രംപ് അങ്ങനെ ഒരു കടുംപിടുത്തം ഇല്ല ഇതില്. ട്രംപ് പിന്നെ ഈ കരാറിൽ സെലൻസ്കി പിണങ്ങി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപിന് ഒരു ചെറിയ ചായ്വ് റഷ്യയുടെ ഉണ്ട്. റഷ്യയുടെ ഒരു ചാരൻ എന്നൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ വിശേഷിപ്പിച്ചത്. കാരണം റഷ്യയാണ് ഈ ട്രംപിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ഇറാനോട് ഒരു ചായ്വുണ്ട്, റഷ്യയോട് ഒരു ചായ്വുണ്ട്. ഇവിടെ എല്ലാം ട്രംപിന്റെ കുടുംബത്തിന്റെയും വലിയ നിക്ഷേപങ്ങളുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാനോട് ട്രംപ് ഒരു ചായ്വുണ്ട്. ഇപ്പോൾ ഓൾറെഡി ട്രംപ് ആദ്യം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ട്രംപ് ആദ്യം ഭരണത്തിലേറിയപ്പോൾ ട്രംപ് ചെറിയൊരു കരട് രൂപരേഖ കൊണ്ടുവന്നു. ഈ യുദ്ധം എങ്ങനെ നിർത്താം, യുക്രൈൻ യുദ്ധം. അതിനകത്ത് ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്, റഷ്യ എത്രത്തോളം സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ടോ അത്രത്തോളം സ്ഥലത്ത് വെച്ച് റഷ്യയെ നിർത്തുക. കാരണം യുക്രൈൻ അതും കൊടുത്തേക്കുക, അത് മാത്രമേ ഇതിനകത്ത് വഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവര് പ്രധാനമായിട്ടും പറഞ്ഞ കാര്യം, അങ്ങനെ കൊടുക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ യുദ്ധം തുടരേണ്ട ആവശ്യമില്ല, ട്രംപ് ഓൾറെഡി ഇത് കൊടുക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ളതാണ്. അല്ല, കഴിഞ്ഞ ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ പണം മുടക്കിയത് റഷ്യയാണ് എന്നൊരു ആരോപണം നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ റഷ്യയുടെ ചാര സംഘടനയാണ് ഈ മെസ്സേജുകൾ വഴി വ്യാജ മെസ്സേജുകൾ അയച്ച 20 ലക്ഷം പേർക്ക് വ്യാജ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണം അമേരിക്ക നിലനിൽക്കുന്നുണ്ട്. അത് ട്രംപിനെ സംബന്ധിച്ച് വന്നാൽ ട്രംപിന് അനവധി ഓയിൽ പൂൾസ് റഷ്യയിലുണ്ട്, അദ്ദേഹത്തിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ളത്. അതുപോലെ തന്നെ വലിയ വലിയ ആഡംബര ഹോട്ടലുകൾ അദ്ദേഹത്തിനുണ്ട് അവിടെ. ഇറാനിലും പുള്ളി ഈ വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യം, അവിടെ ഒരു കച്ചവടം പുള്ളി കാണുന്നുണ്ട്. പുള്ളിയുടെ കച്ചവടമാണ് മെയിൻ സാധനം. അപ്പം അതാണ് അതിനകത്ത് നിഴലിക്കുന്ന കാര്യം. പിന്നെ ഈ യുക്രൈനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിന്റെ ഒരു പകുതി കൂടുതൽ ഭാഗങ്ങൾ ഇപ്പൊ അമേരിക്കയുടെ കയ്യിലാണ്, അമേരിക്കൻ കമ്പനിയുടെ കയ്യിലാണ്. 90 വർഷവും 99 വർഷവും പാട്ടത്തിലെടുത്തിരിക്കുകയാണ് അമേരിക്കൻ കമ്പനി. അതായത് ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല, ലാഭം മാത്രമേ ഉള്ളൂ. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ട്രംപ് ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്താ? ഒരു വലിയ ബില്ല് എടുത്തിട്ട് സെലൻസ്കിയുടെ കയ്യിലോട്ട് കൊടുക്കും. നിങ്ങൾ ഇത്ര നാൾ സഹായിച്ചതിന്റെ ബില്ലാണിത്, പിന്നെ ഇത്ര മിസൈൽ അങ്ങോട്ട് വിട്ടു, ഇത്ര മിസൈലിന് ഞങ്ങൾ തന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേ ഈ പൈസ തിരിച്ച് അത് ആ കരട് രേഖയിൽ കൊടുത്തു കഴിഞ്ഞു. അതിനകത്ത് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതെല്ലാം പിരിച്ച് അമേരിക്കയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഉക്രൈനോട് കൊടുക്കും. ഉക്രൈനിൽ എവിടെ ഇരിക്കുന്നത്? ഈ അടി കിട്ടി യുദ്ധവും നിക്കറി നിൽക്കുന്ന പാവം പിടിച്ചതിനോടെ കൊടുക്കാനാ. അപ്പൊ പറയും ഒരു കാര്യം ചെയ്യുക, നിങ്ങളിൽ ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയും ഇന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്ത് ഒരു 50 കൊല്ലത്തേക്ക് 100 കൊല്ലത്തേക്ക് പാട്ടത്തിന് അന്നേരം ഞങ്ങൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കി എന്തെങ്കിലും വന്നാൽ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ ഇത് തന്നെയാണ് ഉദ്ദേശം ഇതിനകത്ത്. അത് തന്നെയാണ് അമേരിക്കയുടെ ഇതിനകത്തൊരു നിലപാട്. അല്ലാതെ അമേരിക്കയ്ക്ക് വലിയ ആത്മാർത്ഥമൊന്നുമില്ല. ഒന്ന്, അവരുടെ നാറ്റോ രാജ്യമല്ല, നാറ്റോ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അടി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിനകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ യൂറോപ്യൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ വീണ് കഴിഞ്ഞാൽ പോളണ്ട് ആയിരിക്കാം, പോളണ്ട് വീണ് കഴിഞ്ഞാൽ ജർമ്മനി ആയിരിക്കാം, UK ആയിരിക്കും. ഇങ്ങനെ അവർക്കൊരു അങ്കലാപ്പുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടേതായ ഒരു അതീശത്വം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഉക്രൈൻ വീണ് കഴിഞ്ഞാൽ അവർ തോറ്റു എന്നൊരു ഈ അവരുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു അഭിമാനം, ഇല്ലെങ്കിൽ ഞങ്ങൾ അത് പോയാൽ പിന്നെ ഞങ്ങൾ തീർന്നു എന്നൊരു ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നൊരു സാധനം. കൊല്ലപ്പെട്ടാലോ? സെലൻസ്കി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ യുദ്ധം തീരാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ യൂറോപ്യൻസ് കുറച്ച് തെറി വിളിക്കുമായിരിക്കും, വലിയ ഭീഷണികളും മുഴക്കുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഇതൊരു ചർച്ചാ ടേബിളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രംപിന് കുറച്ചുകൂടെ പണി എളുപ്പമാകും. പിന്നെ ട്രംപിന്റെ ആളെ കൂടെ കൊണ്ടുപോകിയത്. ഇപ്പൊ ട്രംപിന്റെ ആളല്ലല്ലോ ഇത്. അത് തന്നെയല്ല, സെലൻസ്കി ഓൾറെഡി ഇപ്പോൾ ഉക്രൈന്റെ പ്രസിഡന്റ് അല്ല, ഭരണാധികാരി അല്ല, അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു. പലരും പറയുന്നത് ഈ കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം നീട്ടുന്നതെന്നാണ് പറയുന്നത്. നെതന്യാഹുവിന്റെ കഥ പറയുന്ന കണക്കാ. ഈ യുദ്ധം എന്ന് തീർന്നാലും നെതന്യാഹു കോടതിയിലോട്ട് പോകേണ്ടി വരും, കേസിന് വിചാരണ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹവും യുദ്ധം തീർന്നു കഴിഞ്ഞാൽ അപ്പോഴും സെലൻസ്കിയുടെ പണി തീരും. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. ഏതായാലും യുദ്ധം ഇപ്പോൾ അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഉക്രൈൻ ഏതാണ്ട് ഒരു സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നു റഷ്യ. ഒപ്പം തന്നെ തൊട്ടടുത്ത രാജ്യമായ നാറ്റോ രാജ്യമായ പോളണ്ടിനെയും കൂടെ റഷ്യ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും.